നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം. അതിലെ കുറച്ച് ശ്ലോകങ്ങൾ നമ്മൾ തുടർച്ചയായി എടുത്തുകൊണ്ട് ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ചെറു വീഡിയോകളാണ്, അധിക സമയദൈർഘ്യമില്ല. ഇനി 2-ാം അധ്യായത്തിൻ്റെ ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞു നോക്കാം. അതിൻ്റെ ഒരു ബ്രീഫിംഗ്. 1-ാം അധ്യായത്തിൽ അർജുന വിഷാദ യോഗമായിരുന്നു. അതിൽ അർജുനൻ്റെ യുദ്ധത്തിന് തുടങ്ങാനുള്ള നേരത്ത്, യുദ്ധം ആസന്നമായ സമയത്ത് സ്വധർമ്മമായ ഒരു ക്ഷത്രിയൻ്റെ ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറി, മോഹത്തിനടിമയായി പിന്മാറി സന്യാസമാർഗം, കർമ്മസന്യാസത്തിലേക്ക് അദ്ദേഹം പോവുകയുണ്ടായി. യുദ്ധം ചെയ്യാതെ മരണപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തേരാളിയായ അർജുനോട് പറഞ്ഞ്, ശ്രീകൃഷ്ണനോട് പറഞ്ഞ് രഥത്തിൽ വളരെ മോഹത്തിന് അടിമപ്പെട്ട് ഇരിക്കുകയുണ്ടായി. അങ്ങനെ ഒരു അവസ്ഥയിൽ, അവിഷാദത്തിലിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നതാണ് 2-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം കൊണ്ട്. അശോച്യാൻ അന്യശോചസ്തം, ശോചിക്കപ്പെടാത്തവരെ കുറിച്ച് നീ ശോചിക്കുന്നു. പ്രജ്ഞാം വാദാശ്ച ഭാഷസേ ഗതാംസു അനഗതാംസുശ്ച നാനുശോചന്തി പണ്ഡിതാഹ എന്ന 11-ാമത്തെ ശ്ലോകം തൊട്ട് തുടർന്ന് സാഖ്യയോഗവും അതിനെ തുടർന്ന് കർമ്മയോഗവും ഉപദേശിക്കുകയുണ്ടായി. അപ്പോൾ സ്വന്തക്കാരാണ്, ഗുരുവാണ്, പിതാമഹനാണ്, സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം ആ പക്ഷത്തിൽ, മറുപക്ഷത്തിലുണ്ട്. അധർമ്മ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അധർമ്മപക്ഷത്തിൽ നിൽക്കുന്നതെല്ലാം ബന്ധുക്കളും സ്വന്തക്കാരും ആയതുകൊണ്ട് തന്നെ അവരെ നിഗ്രഹിക്കാനോ അവർക്കെതിരെ യുദ്ധം ചെയ്യാനോ അർജുനൻ്റെ മനസ്സ് തയ്യാറാകുന്നില്ല. അതിൻ്റെ ധർമ്മമാണെങ്കിൽ കൂടി അതിന് നിലനിൽക്കാതെ അതിൽ നിന്നും ഒളിച്ചോടുകയാണ് അർജുനൻ ചെയ്തത് മനസ്സുകൊണ്ട്. അപ്പോൾ കർണനുണ്ട് അവിടെ, വളരെ ദാനശീലനാണ്, ധർമ്മിഷ്ഠനാണ്. അതുപോലെ ഭീഷ്മാചാര്യരുണ്ട്, വളരെ അധികം പൂജാർഹനായ ഭീഷ്മാചാര്യർ, ഗുരുവായ ദ്രോണാചാര്യർ, അതുപോലെ പുത്രസമന്മാർ, പൗത്രന്മാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൊന്നിട്ട് ആ പാപങ്ങളെല്ലാം, അവർ ആദതായിനികളാണെങ്കിൽ കൂടി, മഹാപാപികളാണെങ്കിൽ കൂടി, അധർമ്മപക്ഷത്തിലാണെങ്കിൽ കൂടി അവർക്കെതിരെ നിന്നുകൊണ്ട് ഒരു യുദ്ധം എന്തിന് ഞാൻ ചെയ്യണം, ഞാൻ അതിലും ഭേദം ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതല്ലേ, ഇവരെല്ലാം കൊന്നുകൊണ്ട് എനിക്ക് രാജ്യം നേടിയിട്ട് എന്ത് കിട്ടാനാണ്, ആ കറ കൂടിയ കൈകൊണ്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എന്നെല്ലാം അർജുനൻ വിലപിക്കുന്നുണ്ട് ഭഗവാനോട്. അതുപോലെ വർണ്ണസങ്കരമുണ്ടാവും. യുദ്ധങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് വർണ്ണങ്ങളുടെ ചുതി ഉണ്ടാവും. അതിലൂടെ നരകം തന്നെയായിരിക്കും. പിതൃക്കൾക്കൊക്കെ പിതൃക്രിയ ചെയ്യാൻ പുത്രന്മാരില്ലാതാകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തൻ്റെ ന്യായീകരണങ്ങളിലൂടെ അർജുൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞുകൊണ്ട് യുദ്ധം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് രഥത്തിൽ ഉപവിഷ്ടനായി. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, നീ ശോചിക്കപ്പെടാത്തവരെ കുറിച്ച് ശോചിക്കുന്നു, അല്ലെങ്കിൽ നീ വലിയ തത്വജ്ഞാനിയെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചീത്ത പറയുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു ധർമ്മത്തിൻ്റെ നിലയിൽ എപ്പോഴും നിൽക്കണ്ടേ? അധർമ്മമാണെങ്കിൽ അത് ആര് തന്നെയായാലും ആ അധർമ്മം ചെയ്യരുതെന്ന് മാത്രമല്ല, അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കാനും കൂടി പാടില്ല എന്നാണ്, അങ്ങനെയുള്ള അവരുടെ കൂടെ നിൽക്കാനും കൂടി പാടില്ല എന്നാണ് നമ്മുടെ ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ മഹാഭാരതത്തിലെല്ലാം നമുക്ക് ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. ധർമ്മത്തിൻ്റെ പക്ഷത്തിലേ നിൽക്കാവൂ. ആ ധർമ്മപക്ഷത്ത് നിൽക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ത്യാഗിയും ജ്ഞാനിയും എല്ലാ ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും കർണനടക്കം ദുര്യോധനൻ എന്ന ആ രാജാവിൻ്റെ രാജ്യത്തെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ നാശമുണ്ടായത്. അപ്പോൾ ധർമ്മത്തിൽ മാത്രം ചരിക്കണം, ധർമ്മത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കാവൂ. അതാണ് ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. നിനക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ആണും പെണ്ണും കെട്ട അവസ്ഥ, ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്യുപപദ്യത, ഇതൊന്നും നിനക്ക് ചേരുന്നതല്ല. ഇങ്ങനെ നിൽക്കാതെ സ്വധർമ്മം അനുഷ്ഠിക്കൂ. സ്വധർമ്മം, ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ധർമ്മം എന്താണ്? ആ ധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് ധർമ്മപക്ഷത്ത് നിന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഭഗവാൻ അരുളി ചെയ്തുകൊണ്ട് ജ്ഞാനയോഗത്തെ, സാഖ്യയോഗത്തെ ഉപദേശിക്കുകയുണ്ടായി.
അവിടെ ആത്മാവ് സത്യത്തിൽ യാതൊന്നും ചെയ്യുന്നില്ല, ആരെയും കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല, അതിന് ഒരിക്കലും ഒരു നാശമുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ അത് മുന്നേ ഉണ്ടാകാതിരുന്ന് പിന്നെ ഉണ്ടായി, അല്ലെങ്കിൽ ഉണ്ടായി നിന്നുകൊണ്ട് ഇല്ലാതായി, അങ്ങനെ യാതൊന്നുമില്ലാതെ നിത്യമായ ശാശ്വതമായ സത്യസ്വരൂപമാണ് ഞാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപം തന്നെയാണ് ഈ ആത്മാവ്, ആത്മതത്വം എന്ന് ഉപദേശിച്ചുകൊണ്ട് ആത്മതത്വത്തെ വളരെ വിശദമായിട്ട് അവിടെ സാഖ്യയോഗത്തിൽ തുടക്കത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ആ സത്യത്തെയാണ്. അതിൽ നിന്നുകൊണ്ട് അതിനെ ഗ്രഹിക്കാത്തവന് ചിത്തശുദ്ധിയില്ല. അതുകൊണ്ട് കർമ്മയോഗത്തിലേക്ക് കടക്കും. കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി പ്രാപ്തമാകുമ്പോൾ ആത്മജ്ഞാനം നിഷ്ഠയാവും, ആ തത്വനിഷ്ഠയാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാഖ്യയോഗം പറയുന്നത്. അപ്പോൾ തത്വത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു, ആത്മതത്വം. അപ്പോൾ ആത്മതത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും അതിൻ്റെ ആ തത്വനിഷ്ഠ വരുന്നില്ല. വീണ്ടും ദേഹാത്മബുദ്ധിയിൽ നിന്നുകൊണ്ട് വിഷയങ്ങളിൽ രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അജ്ഞാനത്തിൽ നിന്നും പൂർണ്ണമായും പിടിവിടുന്നില്ല, അജ്ഞാനനാശം ഉണ്ടാവുന്നില്ല ജ്ഞാനം കൊണ്ട്. അപ്പോൾ അജ്ഞാനത്തിലുള്ള ദോഷങ്ങൾ, ഈ അജ്ഞാന സംശയ വിപരീതങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ അത് പൂർണ്ണമായും നീങ്ങുന്നില്ല. അപ്പോൾ ശ്രവണ മനനാദികൾ തുടരെ തന്നെ, അത് തുടർന്നു കൊണ്ടിരിക്കെ തന്നെ ആ ശ്രവണ മനനാദികളെയും മറ്റുള്ള ജീവിതത്തെ മുഴുവനായും കർമ്മയോഗപരമായി ചെയ്തുകൊണ്ട് ചിത്തശുദ്ധി നേടണം എന്ന് ഉപദേശിച്ചു. അപ്പോൾ കർമ്മയോഗത്തെക്കുറിച്ച് ഉപദേശിക്കുമ്പോൾ ഈ കർമ്മഫലങ്ങളിൽ നമുക്ക് യാതൊരു അധികാരവും ഇല്ല. നമ്മുടെ ഇച്ഛ പോലും അതൊരു കാരണമായി വരുന്നില്ല. കർമ്മത്തിന് കർമ്മമുണ്ടോ അതിന് ഫലമുണ്ട്. അതിന് ഉത്തരവാദിയല്ല. കർമ്മഫലം നമ്മുടെ ഇച്ഛയ്ക്കല്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നടക്കുന്നത് എന്ന് വിവേകപൂർവം മനസ്സിലാക്കി അത് ഈശ്വര ഇച്ഛയാണെന്നറിഞ്ഞ്, അതുപോലെ കർമ്മം ചെയ്യാനുള്ള അധികാരം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ആ കർമ്മത്തിൽ ഫലത്തിന് ഹേതു കൂടി ആകരുത്. അപ്പോൾ കർമ്മഫല ഹേതു ആകരുതെന്ന് പറഞ്ഞാൽ ആ കർമ്മം ചെയ്തുകൊണ്ടാണ് അതിന് ഫലം കിട്ടിയത് എന്നത്, അങ്ങനെയും പാടില്ല എന്ന് ഭഗവാൻ ഉപദേശിച്ച വഴി സ്വയം എല്ലാ കർമ്മങ്ങളെയും ഭഗവാന്, ഞാനൊരു യന്ത്രമാണ്, ഭഗവാനാണ് അതിൻ്റെ യന്ത്രി എന്നുള്ള ആ ഭാവനയിൽ ഈശ്വരാർപ്പണമായിട്ട് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് കർമ്മഫലത്തിൽ സംഘമില്ലാതെ, അപ്പം പിന്നെ ആർക്ക് വേണ്ടി കർമ്മം ചെയ്യണം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യാതിരിക്കണോ? അങ്ങനെ അകർമ്മത്തിലും മനസ്സ് നിൽക്കാതെ, അങ്ങനെ ഒരു സാധ്യമല്ല എന്ന് അറിയിച്ചുകൊണ്ട് സ്വകർമ്മങ്ങൾ വന്നു ചേരുന്ന കർമ്മങ്ങൾ, സ്വധർമ്മമായ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്ത് ചിത്തശുദ്ധി നേടണം. വിഷയങ്ങളിൽ നിന്നും വിനിവർത്തിക്കണം. വിഷയങ്ങളിൽ നിന്നും മാറി, അത് വിഷയങ്ങൾ നമ്മളെ മനസ്സിനെ, സമാധാനത്തെ ഹനിക്കുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് ആ വിഷയങ്ങളിൽ നിന്നെല്ലാം കൂടുതൽ ഒരു സാധകനെങ്കിലും വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി ആത്മവിചാരങ്ങളിലേക്ക്, അല്ലെങ്കിൽ സത്സംഗത്തേക്ക് മാറി മനഃശുദ്ധീകരണത്തിലൂടെ ആത്മതത്വത്തെ, ജ്ഞാനനിഷ്ഠതയെ പ്രാപിക്കുന്നു എന്ന് സാഖ്യയോഗത്തിൽ പറഞ്ഞ്, അത് ഒരുവൻ്റെ മുന്നേ തന്നെ, കുട്ടിക്കാലം തൊട്ട് തന്നെ ബ്രഹ്മചര്യം കഴിഞ്ഞ്, ആദ്യം ബ്രഹ്മചര്യമാണ് പണ്ടൊക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞ് വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ 4 ആശ്രമ വിധികളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ബ്രഹ്മചര്യത്തിലൂടെ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചു, കാര്യങ്ങൾ മനസ്സിലായി, നേരിട്ട് അതിന് ആ തത്വവിചാരത്തിലേക്ക്, അല്ലെങ്കിൽ തത്വനിഷ്ഠയിലേക്ക്, സന്യാസത്തിലേക്ക്, അന്നത്തെ സന്യാസം അതിലേക്ക് നേരിട്ട് പോകുന്ന ആരൂഢ സന്യാസം. അപ്പോൾ അങ്ങനെ പോകാൻ സാധ്യമല്ലാത്തവർ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചുകൊണ്ട് അവിടെ കർമ്മയോഗപരമായിട്ട് ജീവിതത്തെ മാറ്റി ചിത്തശുദ്ധി പ്രാപ്തിയിലൂടെ ജ്ഞാനനിഷ്ഠ, വീണ്ടും ആ സന്യാസമായ തത്വനിഷ്ഠയിലേക്ക് സാധ്യമാണ് എന്ന് അന്ധകാലേ അപി നിർവാണം ഋച്ഛതി എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് ആ 2-ാം അധ്യായം എന്നതിൻ്റെ ചാപ്റ്റർ, അതൊരു ചാപ്റ്റർ ഭഗവത്ഗീതയിൽ അങ്ങനെ ഒരു ചാപ്റ്റർ ആയിട്ടില്ല എങ്കിൽ കൂടി അതൊരു ചാപ്റ്ററായിട്ട് പിന്നീട് ആചാര്യന്മാർ ഇതാക്കിയതാണ്. ഒന്നിച്ചുള്ള ഭഗവാന്റെ വചനങ്ങളാണ് എല്ലാ ശ്ലോകങ്ങളെല്ലാം ശ്ലോകരൂപത്തിൽ. അപ്പോൾ അത് അവിടെ അവസാനിച്ചു. പിന്നെ 3-ാം അധ്യായത്തിൽ അത് തുടർന്ന് കർമ്മയുഗത്തെക്കുറിച്ച് തുടർന്ന് പോവുകയാണ് 3-ാം അധ്യായം. അപ്പോൾ നമുക്ക് കൂടുതൽ തത്വങ്ങളെ അറിയുന്നത് സാധാരണ ബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ സാധ്യമാണെങ്കിലും അതിൽ തത്വനിഷ്ഠ വരുന്നില്ല. വളരെ നമ്മുടെ സ്വരൂപമായിരിക്കെ നമുക്കത് കേൾക്കുമ്പോൾ അത് വ്യക്തമാകും. തീർച്ചയായിട്ടും ഒരു തത്വത്തെക്കുറിച്ച് ഉപദേശിക്കുമ്പോൾ അത് മനസ്സിലാവും. അതിനേക്കാളും വളരെ കഷ്ടമാണ് ആ തത്വനിഷ്ഠ എന്നുള്ളത്. ആ തത്വനിഷ്ഠയ്ക്ക് അതിലും കഷ്ടമാകുന്നത്
നമ്മുടെ മനസ്സിലെ വാസനകളാണ്. അപ്പോൾ ആ വാസനകൾ ഇല്ലാതിരിക്കാൻ, ആ വാസനാനാശത്തിനായി നമ്മൾ സാധനകൾ ചിത്തശുദ്ധിക്കായി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, കാരണം അത് ഒരുപാട് നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന വാസനകൾ, ഇത് നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ ഈ പ്രവൃത്തികളിലൂടെ അതിനെ നിവൃത്തി മാർഗത്തിലേക്ക് നീങ്ങാൻ, അതാണ് സാധ്യം. വളരെ കഷ്ടം ഉണ്ടാകുന്നത് തത്വത്തെ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കാനല്ല. അപ്പോൾ തത്വനിഷ്ഠനാവാൻ, ചിത്തശുദ്ധിക്കായി പ്രവർത്തിക്കുന്നതിലാണ്, സാധനയിലാണ് ഒരു സാധകന്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ആജീവനാന്തം ഒരു സാധകൻ അതിനെ കൂടുതൽ ചിത്തശുദ്ധിക്കായി പ്രയത്നിച്ചു വരണം. ഏതുവരെ? അത് പിന്നെ ചോദ്യത്തിന് ആവശ്യമില്ല. തത്വനിഷ്ഠ ഉണ്ടാവും, പിന്നെ അതെല്ലാം സാധ്യം. അവിടെ ചോദ്യം ഉത്തരങ്ങളൊന്നുമില്ല. അപ്പോൾ ആ തത്വനിഷ്ഠ വരെ, ആ തത്വജ്ഞാനി അല്ലെങ്കിൽ പ്രജ്ഞത വരുന്നത് വരെ ഒരു സാധകൻ അവൻ്റെ സാധനയെ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ വീഴ്ച ഉണ്ടാകരുത്. വീഴ്ച ഉണ്ടായാൽ അത് വലിയ വീഴ്ചയായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ വിഷയങ്ങളിൽ പെടാതെ നിസ്വാർത്ഥമായി, സ്വാർത്ഥബുദ്ധിയില്ലാതെ തൻ്റെ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്ത് കർമ്മയോഗപരമായിട്ട്, അവിടെ തന്നെ ഭക്തിയുമായി ഈശ്വരാർപ്പണം ചെയ്യുമ്പോൾ എല്ലാം ഈശ്വരനാണ് എന്നറിയുമ്പോൾ അത് തന്നെയാണ് ഭക്തി. അവിടെ എന്ത് ചെയ്യണം? കണ്ണടച്ച് ധ്യാനിച്ചാലും കണ്ണു തുറന്ന് കർമ്മയോഗത്തിൽപ്പെട്ടാലും അതെല്ലാം ഭക്തി അല്ലെങ്കിൽ ഈ കർമ്മയോഗം എന്നുള്ളതിൽ ഉൾപ്പെടുത്തി. ആ കർമ്മയോഗത്തിലൂടെ എന്താണ് സാധ്യമാണ്? അത് ജ്ഞാനയോഗത്തിൽ. എങ്ങനെ? ജ്ഞാനത്തിൽ സർവം ജ്ഞാനേ പരിസമാപ്യതേ എന്ന് വെച്ചാൽ എല്ലാ ആ തത്വജ്ഞനല്ല, തത്വനിഷ്ഠനാവുന്നതോടുകൂടി ആ ചോദ്യങ്ങളെല്ലാം തീർന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇതൊരു സാധനം. അപ്പോൾ ആദ്യം കർമ്മയോഗം, ചിത്തശുദ്ധി, അതിലൂടെ തത്വജ്ഞാനനിഷ്ഠ, തത്വജ്ഞാനത്തിലൂടെ തത്വജ്ഞാനനിഷ്ഠ. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു വഴിയിലൂടെ എല്ലാ സാധനങ്ങളും തത്വത്തിൽ, ആ തത്വജ്ഞാനത്തിൽ ഒതുക്കി. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായ, ഇപ്പോൾ അത് ധ്യാനമായാലും ഭക്തിയായാലും എല്ലാം അതിൻ്റേതായ സ്ഥാനങ്ങളുണ്ട്. അതെല്ലാം കർമ്മയോഗപരമായി ചെയ്ത് അവിടെ ഞാൻ എൻ്റെ എന്നില്ലാതെ സ്വാർത്ഥത കളയുക. നമ്മളെ തടഞ്ഞു നിൽക്കുന്നത് നമ്മുടെ എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ട് ഞാൻ എൻ്റെ എന്നുള്ള ദേഹാത്മബുദ്ധി, അതിലൂടെ വരുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള നേരിട്ടും അല്ലാതെയുള്ള പുണ്യപാപങ്ങൾ, ആ പുണ്യപാപങ്ങളിൽ വീണ്ടും ജനിമൃതികൾ, അങ്ങനെ സംസാരം നീണ്ടുപോകുന്നു. ആ സംസാരം മുഴുവൻ ദുഃഖം തന്നെയാണ്. അപ്പോൾ ഈ സംസാരം ജനിക്കുക, മരിക്കുക, വീണ്ടും ജനിക്കുക, കുറേ അനുഭവിക്കുക, അതിലൂടെ വീണ്ടും കർമ്മങ്ങളുടെ ഫലങ്ങളെ കൂട്ടുക, അല്ലേ, സഞ്ചയിക്കുക, അത് വീണ്ടും പിന്നെ ജന്മത്തിന് കാരണമായി തീരുക. ഇതെന്നെല്ലാം ഒരു മുക്തി, അതാണ് മോക്ഷം എന്ന് പറയുന്നത്, ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രയത്നിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇപ്പം എല്ലാവരും ഈ ഉണക്ക വിറക് പോലെ പെട്ടെന്ന് തീ കണ്ടതും കത്തുമൊന്നുമില്ല. നമ്മളിൽ മിക്കവരും എല്ലാവരും എന്താണ്? പച്ച വിറക് പോലെ തന്നെയാണ്. ആ സാധന ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മളത് എത്രത്തോളം യോഗ്യത ഏതിനും വേണമല്ലോ. ആത്മതത്വ നിശ്ചയത്തിന് യോഗ്യരായത് വളരെ ചുരുക്കമാണ്. അതാണ് ശുദ്ധ്വാവേണം വേദം ചൈവ കശ്ചിത്. ചിലവർ അത് ആശ്ചര്യ പദ്ധതി, ആശ്ചര്യ ശൃണോതി, ആശ്ചര്യ പശ്യതി എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഇവിടെ ഈ 2-ാം അധ്യായത്തിൽ പറയുന്നത് കൊണ്ടാണ്. ഇതെല്ലാം ആശ്ചര്യമാണ്. അത് അറിയുന്നവൻ, കേൾക്കുന്നവനും മനസ്സിലാക്കുന്നവനും എല്ലാം വളരെ വളരെ ആശ്ചര്യമാണ്. ആ കേട്ടവരിൽ തന്നെ എത്രയോ വളരെ ചുരുക്കം വരെ ഇത് മനസ്സിലാക്കുന്നുള്ളൂ തത്വപരമായിട്ട്. എന്തുകൊണ്ടാണ്? ആ ചിത്തശുദ്ധിയിൽ. അപ്പോൾ സാധനയ്ക്ക് അധികാരികളാണ് മിക്കവരും. അതുകൊണ്ട് സാധന എങ്ങനെ ചെയ്യണമെന്ന് ഭഗവത്ഗീതയിൽ തുടർന്ന് പറയുന്നുണ്ട്. സാധനകളിൽ നമ്മുടെ കേട്ട് ശ്രവണമാണ് ഏറ്റവും വലുത്. ആ വിവേകമാണ് കർമ്മയോഗത്തിന് വേണ്ടത്. കർമ്മയോഗത്തെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം, സത്കർമ്മങ്ങളിൽ പ്രവർത്തിക്കണം. വെറും സത്കർമ്മങ്ങളല്ല, അല്ലെങ്കിൽ വീണ്ടും എല്ലാ കാര്യങ്ങളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കർമ്മഘടനായി ജീവിക്കുക എന്നുള്ളതല്ല കർമ്മയോഗം. അതിനെ വ്യക്തമായി മനസ്സിലാക്കി കർമ്മയോഗ നിഷ്ഠയിലൂടെ ചിത്തശുദ്ധിയും, അതിലൂടെ തത്വശ്രവണത്തിലൂടെ തത്വജ്ഞാനവും. അപ്പോൾ തത്വശ്രവണം അല്ലെങ്കിൽ ഇങ്ങനെ സത്സംഗങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം യാവത് ജീവം. എത്രത്തോളം നമുക്കത് സാധ്യമാണോ അതുവരെ അതിൻ്റെ നിഷ്ഠയോടുകൂടി, അതിൻ്റെ നിസ്വാർത്ഥതയോടുകൂടി, അല്ലെങ്കിൽ ശ്രദ്ധാഭക്തിയിലൂടെ, ശ്രദ്ധ വീഴരുത്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവതാരണം. ആ സത്യബുദ്ധിയോടുകൂടി അതിനെ ആത്മാർത്ഥമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇതാണ് നമ്മുടെ സാഖ്യയോഗത്തിൽ മുഖ്യമായി ജ്ഞാനയോഗവും അതിൻ്റെ കർമ്മയോഗവും തുടർന്ന് വന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കർമ്മയോഗത്തെ തുടർന്ന് പറയുന്നതും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം. നമസ്കാരം.